ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് എൻ്റെ കെട്ടിയൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ നമ്മൾ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിക്കണേണ്. അപ്പോൾ ഞാൻ ആദ്യം റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലുവാനുവിനെ റെഡിയാക്കി എടുത്തത്. പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഇത് മമ്മി നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ സ്റ്റേജിൽ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴാണെങ്കിൽ നമ്മുടെ ലിയോ മോൻ നോക്കിയിരിക്കാൻ കേട്ടോ. അവനാണെങ്കിൽ ഇടയ്ക്ക് മേടിച്ച് കഴിക്കണമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ലുവാനുവിൻ്റെ കുറുക്കിൻ്റെ പരിപാടി നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവൻ്റെ ഓരോ കുറുക്കിൻ്റെ പൊടി ഇങ്ങനെ പല ബോട്ടിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൊടുക്കാൻ പോണത് റാഗിയാണ് കേട്ടോ. റാഗിയാണ് കുറച്ചെങ്കിലും അവന് ഇഷ്ടമുള്ളത്, ബാക്കിയൊക്കെ അവൻ തുപ്പിക്കളയലാണ് പരിപാടി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ മുളപ്പിച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയത് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ നമുക്ക് മുളപ്പിച്ച് പൊടിച്ച് വെക്കണം. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഇവൻ ഇതുപോലെ കുറുക്കുണ്ടാക്കുമ്പോൾ അതിലൊരു ഡേറ്റ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. ഡേറ്റ്സൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് നല്ലപോലെ കഴുകണം. നമ്മൾ കാണാത്ത അഴുക്കൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാനിപ്പോൾ ഇതിങ്ങനെ കീറി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ വാഷ് ചെയ്ത് കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. ഞാനിവന് ഇത്രയും നാൾ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ പനഞ്ചക്കരയാണ്. ഇപ്പോഴാണ് ഡേറ്റ്സ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ അവന് കുറുക്കുണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എല്ലാവരും പറയും കുഞ്ഞുങ്ങൾക്ക് ഷുഗറൊന്നും ഇട്ട് കൊടുക്കരുതെന്ന്, പക്ഷേ അങ്ങനെ ഇച്ചിരിയൊക്കെ ഇട്ട് കൊടുത്താലേ അവർ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഷുഗർ ഡയറക്റ്റ് ഇടണ്ട, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഡേറ്റ്സ് പനഞ്ചക്കര എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിൽ അവർ കുറച്ചെങ്കിലും കഴിക്കും. ലുവാനിപ്പോൾ 7 മാസം കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അവന് ഇച്ചിരി തിക്കായിട്ടാണ് ഇപ്പോൾ കുറുക്കൊക്കെ കൊടുക്കാറ്. അപ്പോൾ അവൻ്റെ കുറുക്കൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവനെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കുറുക്കിൻ്റെ പരിപാടിയൊക്കെ നോക്കിയത്. കഴിക്കാം നമുക്ക്. ഇപ്പോൾ കുറച്ചായിട്ട് ഇവന് കുറുക്ക് കൊടുക്കൽ ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. കാരണം അവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ എടുത്ത് പിടിച്ചാലേ നമുക്ക് അവന് കുറുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മമ്മി അവന് മയക്കൊക്കെ ഇരുത്തുന്നുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ അവന് കുറുക്കൊക്കെ വെച്ച് കൊടുക്കണേ കേട്ടോ. കുറുക്ക് കുടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവനെ കുറച്ച് നേരം ഇങ്ങനെ പായിൽ കിടത്തു കേട്ടോ. കുറച്ച് നേരം അവനവിടെ കിടന്ന് കളിച്ചോളൂ. അവന് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ അകത്ത് കിടത്തിയാണ്ട് അവനെ കുളിപ്പിക്കാറ്. ഇത് അവൻ്റെ മേമ അവന് മേടിച്ചു കൊടുത്ത ബാത്ത് ടബാണ് കേട്ടോ. അതിൽ കിടത്തിയാണ്ട് അപ്പം നമ്മൾ കുളിപ്പിക്കണം. അപ്പോൾ ഇന്ന് അവനെ മമ്മിയാണ് കുളിപ്പിക്കുന്നത്. അവനെ ആര് കുളിപ്പിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനും മമ്മി അവനെ മാറി മാറി കുളിപ്പിക്കും. പിന്നെ സൺഡേ കാരണം അവൻ്റെ അപ്പയും കൂടി ഉണ്ട് കേട്ടോ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിനവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കണ്ടേ. അപ്പോൾ ഇന്ന് അവൻ്റെ അപ്പയുണ്ട് അവന് ഡൈപ്പറൊക്കെ ഇട്ട് കൊടുത്ത് ക്രീമൊക്കെ തേച്ച് കൊടുക്കണത്. അത് കാരണം ചെക്കൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കാണാൻ അവിടെ കിടന്ന് ചിരിക്കണത്. പിന്നെ ഞാൻ അവന് വൈറ്റമിൻ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. ഇത് കഴിഞ്ഞ് ഡ്രസ്സ് ഇടിക്കുമ്പോൾ മാത്രം ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പം കാട് കരച്ചിൽ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവനെ കിടത്തി ഉറക്കിയിട്ടാവും. കുളി കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ സൺഡേ ആയിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അപ്പയും അമ്മയും സോനുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പുൽക്കൂടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടല്ലോ ലുവാനുവിന്. അപ്പോൾ സോനു എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കണമായിരുന്നേ. നമ്മളെല്ലാ പ്രാവശ്യവും പുൽക്കൂട് ഉണ്ടാക്കണത് മുകളിലാണ് കേട്ടോ. ഇപ്രാവശ്യം അപ്പോൾ നമ്മൾ എന്തായാലും താഴത്തുണ്ടാക്കാമെന്ന് ഓർത്താം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് പരിപാടി. പുൽക്കൂട് ഉണ്ടാക്കൽ, ട്രീ സെറ്റ് ചെയ്യൽ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ പ്രാവശ്യം ലുവാനുവിനെയൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാനൊക്കെ പറ്റാത്ത കാരണമാണ് എല്ലാവരും കൂടി വന്നത്. അതായത് നമ്മളെല്ലാവരും കൂടി മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ.
വൈകിട്ടായപ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുറച്ച് യാൻസും ഹുക്കും ഓർഡർ ചെയ്തതാണ്. മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. കുറച്ച് നാളായിട്ട് എനിക്കിപ്പോൾ ഒരു ക്രോഷ്യ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. എനിക്ക് ക്രോഷ്യ ടോയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്രോഷ്യ ജിറാഫിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് മേടിച്ചത് ലുവാനുവിന് വേണ്ടിയിട്ടൊരു റോംബർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മസ് ആയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത ക്രോഷ്യ ജിറാഫ്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും എനിക്ക് അറിയണ പോലെയൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തെടുത്ത്. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടിയൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടിക്കറ്റ് കാരണം പിന്നെ പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടി നിർത്തി വെച്ച്. പിന്നെ ട്രീ ഒക്കെ നമുക്കിനി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ട്രീ സെറ്റ് ചെയ്യണതും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി പുതിയ വീഡിയോയിൽ കാണാം.